മദന മനമോഹിനി നീയാരലേ കണ്ടെ മനമോഹക മയാ കളേ ಭಾವನೆಯ ಬರಸೆಳೆದ ಶೂರಶಕುಂತಲೆ ಮೆಲುಬಾಗೆ ಅರಳಿದೆ ಮನದಿ ಪ್ರೇಮ ಕಾವ್ಯಗಳೇ ಅರೆಯೇವೋ ಬದಲಾದ ಹಾಗಿದೆ ಮಳೆ ಬಿಲ್ಲೊಂದು ಮೈಗಂಟಿದೆ ಮದನ ಮನಮೋಹಿನಿ ನೀಯಾರಲೇ ಕಂಡೆ ಮನಮೋಹಕ ಮಯಾ ಕಳೆ അമ്മ തിരുവയറുള്ളിൽ കുറുകണ കുഞ്ഞരിപ്രാവ് കുഞ്ഞമ്മിണിപ്രാവ് എന്തിനി വേണം എന്നരുളേണം പുന്നല്ലിന്നവിലോ പൂവൻ കനിയോ തുമ്പപ്പൂ ചോറോ തൂശനില തൻ തുഞ്ചത്ത് വച്ച പഴം നുറുക്കോ തിരുനെല്ലി കാവിലേ മഴ അധികം നനയണ്ട നീ. എൻ്റെ കുട്ടിയെ മതി നീ കളിച്ചത് കേട്ടോ. സന്ധ്യയായി നിറവേറുമായിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കല്ലേ, അതത്ര നല്ലതല്ല. ദേവാ, നീ മൂലം കൊണ്ട് അകത്തേക്ക് പോയേ വേഗം. അമ്മ, നല്ല രസമുണ്ട് മഴ വീണ കാണാൻ. ഞാൻ കുറച്ച് സമയം കൂടെ ഇവിടെ നിന്നോട്ടെ. ഈ ഇടയായിട്ട് നിനക്ക് കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട് കേട്ടല്ലോ. അമ്മ പറഞ്ഞു കേട്ടില്ല. അധിക നേരം ഇവിടെ നിൽക്കേണ്ട. വാ, നമുക്ക് അകത്തേക്ക് പോവാം. അധിക നേരം പുറത്തു നിന്ന് തണുപ്പ് കൊള്ളുന്നതും അത്ര നല്ലതല്ല. അമ്മേ, നോക്കി, ഇന്ന് പൗർണമിയാണോ? ഹായ്, എന്ത് രസമാ ചന്ദ്രനെ ഇന്ന് കാണാനായിട്ട്. എന്നതാ കുട്ടിയെ നീ കാണിക്കണേ? ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും വന്ന് പുറത്ത് നിൽക്കില്ലെന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുള്ളയാ. ആ ദേവൻ ഇത് എവിടെ പോയി കിടക്കുക? അവനിതൊന്നും കാണുന്നില്ലേ? ഇനി വന്നേ, പൗർണമിയൊക്കെ തന്നെ. നീ ഇനി വാ മോനെ. ദേവാ, ഒന്ന് ഇനി വന്നേ കുട്ടിയെ. അമ്മ എന്തിനാ എന്നെ വിളിച്ചേ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നിനക്കിപ്പോൾ ശ്രീദേവിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല ദേവാ. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളയാ, സന്ധ്യ സമയമാണെങ്കിലും രാത്രിയാണെങ്കിലും ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കരുതെന്ന്. നീ മോളെ കൊണ്ട് വേഗം അകത്ത് എന്നേ ചെല്ല്. അമ്മ, 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 സഹിക്കാൻ പറ്റില്ലമ്മ. അമ്മ. അതെ, ദേവി പ്രസവിച്ചു. പെൺകുഞ്ഞാട്ടോ. ഷെടാ, ഇതെന്നൊരു കാലാവസ്ഥ ഇത്. കാറ്റും മഴയും. എന്താ ഇതിങ്ങനൊക്കെ? കാലാവസ്ഥയുടെ മാറ്റം കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ എൻ്റെ കുട്ടിയെ? ഞാൻ മുമ്പ് പറഞ്ഞെന്നുള്ള കഥകളെ പോലെ തന്നെ ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ് കുട്ടിയെ. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത്. അമ്മ എന്തൊക്കെയാ പറയണേ? ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ പോകണമെന്നോ? ഇപ്പോഴും ആ കഥയൊക്കെ അമ്മ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ പറയണതൊന്നും നിനക്ക് മനസ്സിലാവില്ല കുട്ടിയെ. കാലം തന്നെ നിൻ്റെ മുന്നിലേക്ക് ഓരോ ചോദ്യങ്ങളുടെ ഉത്തരവായിട്ട് കാണിച്ചു തരും. അന്ന് ഞാൻ പറഞ്ഞത് നീ ഓർക്കും.
വർഷങ്ങൾ കടന്നുപോയി. ഇർളിയൂർ മനയിലെ ദേവനാഥൻ്റെയും ശ്രീദേവിയുടെയും മകളായ ആ പെൺകുട്ടിക്ക് ദൈവചൈതന്യമുണ്ടെന്ന് നാട്ടിലെ എല്ലാവരും വിശ്വസിച്ചു. അവളെ ഒരു ദേവിയായിട്ടാണ് നാട്ടിലുള്ളവരെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. മോളെ വേണി, നീ ഇത് എവിടെയോ കുട്ടിയെ? എത്ര നേരമായിട്ട് അമ്മ അന്വേഷിക്കുന്നു. നീ ഇത് എവിടെയാണ്? അമ്മ, ചേച്ചിയാണെങ്കിൽ ക്ഷേത്രത്തിൽ വരെ പോയേക്കുക. എന്തോ മനസ്സ് ശരിയല്ലെന്നോ പോയിച്ചു വരാമെന്ന് പറഞ്ഞു പോയതാ. വേണിമോള് കണ്ടില്ല, അതാ തിരക്ക്. എന്താ അമ്മ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മയുടെ മോഹം കണ്ടിട്ട് നല്ല ടെൻഷനുള്ള പോലെ തോന്നുന്നല്ലോ. അമ്മ ഓക്കെ അല്ലേ? ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണിമോക്ക് എന്തോ ടെൻഷനും കാര്യമൊക്കെ ഉണ്ടായിട്ടല്ലേ അവളിന്ന് ക്ഷേത്രത്തിൽ പോയേ. അതാ ഞാൻ പെട്ടെന്ന് എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി. എൻ്റെ അമ്മേ, ഇങ്ങനെ പേടിക്കാതെ. ചേച്ചി കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ. അമ്പലത്തിൽ പോവുകയാണെങ്കിൽ തിരിച്ചിങ്ങ് വരും. എന്നമ്മ ടെൻഷൻ അടിക്കാതെ ഇരിക്കുക. ആ, കുഞ്ഞു വരട്ടെ, എന്നിട്ട് വരുമ്പോൾ ചോദിക്കാം എന്നാ പറ്റിയെന്ന്. മഹാദേവ, എന്തൊക്കെയോ മനസ്സിൽ വല്ലാണ്ട് ചഞ്ചലപ്പെടുന്നു. എന്താണെന്നറിയില്ല. എന്താണേലും നീ എൻ്റെ കൂടെ കാണില്ലേ? എൻ്റെ മഹാദേവ, ഇതാരിത്? നമ്പരാട്ട് കുട്ടിയോ? അതേലോ തിരുമേനി. തിരുമേനിയുടെ മോക്ക് സുഖമല്ലേ? ഇപ്പം 8ാം മാസമായില്ലേ? ശ്രദ്ധിക്കുന്നുണ്ടോ? മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കുഞ്ഞെ. എല്ലാം ഭംഗിയായി പോകുന്നു. തിരുമേനി ഒന്നുകൊണ്ട് ആവലതിപ്പെടണ്ട. മോള് നല്ലൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് തന്നെ ജന്മം കൊടുക്കും. എന്നാ ഞാൻ ഇറങ്ങാം കേട്ടോ. ആഹാ, ചേച്ചി വന്നോ? പോയിട്ട് എന്നായി? മഹാദേവനെ കണ്ടോ? ആ പിന്നെ അമ്മ തിരക്കുന്നുണ്ട് കേട്ടോ. ആ, മഹാദേവനെ കണ്ട് ഇപ്പം മനസ്സിന് എന്തോ വല്ലാണ്ടൊരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. അമ്മ എന്തിനെന്നെ തിരക്കേ? കല്ലുമോള് പറഞ്ഞില്ലായിരുന്നോ ഞാൻ ക്ഷേത്രത്തിൽ വരെ പോയിക്കുമായിരുന്നെന്ന്? വേണി, മോള് പോയിട്ട് വന്നോ? ഇപ്പം എങ്ങനെയുണ്ട് മോക്ക്? മനസ്സ് ശാന്തമായോ? അത് ശരി, അപ്പം എല്ലാം അറിഞ്ഞില്ലേ? കല്ലുവേ, ഞാൻ ചെറുതായിട്ട് പറഞ്ഞു, സോറി. അമ്മ എന്നെ തിരക്കെന്ന് അറിഞ്ഞപ്പോഴേ എനിക്ക് നല്ല സംശയം തോന്നി. എൻ്റെ കല്ലു, എൻ്റെ ശ്രീദേവി കുട്ടി ടെൻഷൻ അടിച്ച് BP ഒന്നും കൂട്ടല്ലേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. മഹാദേവനെ കണ്ടൊന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ മനസ്സ് ശാന്തമായി. അതുകൊണ്ട് അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഒരു കുഴപ്പമില്ലെങ്കിൽ എൻ്റെ മക്കൾ രണ്ടുപേരും കൈയൊക്കെ കഴുകി ഹാളിലേക്ക് വാ. അമ്മ ഭക്ഷണം എടുത്ത് വെക്കാം. എന്നെ പാടി രണ്ടെണ്ണം കൂടെ അടിയാണോ? അല്ല മനേട്ടാ, ഞാൻ എൻ്റെ അനിയത്തിനെ ഒന്ന് സ്നേഹിച്ചതാ. അതെ അതെ, ഞങ്ങൾ സ്നേഹിച്ചതാ. വെറുതെ മനുവേട്ട ഞങ്ങളെ തെറ്റിദ്ധരിച്ചു. ശരി ശരി, സമ്മതിച്ചു. അമ്മ എന്തിയെ? അമ്മ അകത്ത് അടുക്കള കാണും. ആ ശരി, രണ്ടെണ്ണം കൂടെ അടി കൂടാതെ അതുമെല്ലാം കയറി പോവാന്ന്. ആഹാ, ശ്രീദേവി കുട്ടി കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുവാണല്ലോ. എങ്ങനെയായിരുന്നു നിന്നെ കാണാന്ന് പറഞ്ഞേ? ആ, മനു വന്നോ? വാ മോനെ, കഴിക്കാനെടുക്കട്ടെ അമ്മായി? ആ വന്നു. രാവിലെ തന്നെ എന്നെ അത്യാവശ്യമുണ്ട് വരണമെന്ന് പറഞ്ഞില്ലേ, അതാ ഞാൻ ഇനി പോകുന്നത്. അത് മോനെ, വേണിമോക്ക് എന്നെ മനസ്സിന് സുഖമില്ലെന്ന് പറഞ്ഞു കേട്ടു. ചോദിച്ചിട്ടാണേ ആ കുട്ടി ഒന്നും പറയണില്ല താനും. ആഹാ, അത്ര ഉണ്ടായിരുന്നുള്ളോ? വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഞാൻ കരുതി വേറെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കുന്നു.
അവൾക്ക് കുഴപ്പമില്ല. ഞാൻ വരുമ്പോൾ അതുകൊണ്ട് കല്ലുമായിട്ട് അവിടെ നിന്ന് രാവിലെ അടി ഇടുന്നുണ്ടോണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നേ. അവക്കാവണം മനസ്സിനെ താവലതിയൊക്കെ ഉള്ള ഒന്ന് പോയമ്മായി. ആടാ കുഞ്ഞേ, മനസ്സിന് എന്തോ സുഖമില്ലെന്ന് പറഞ്ഞാൽ രാവിലെ അമ്പലത്തിൽ പോയത്. മോൻ അറിയാവുന്നതല്ലേ, അവിടെ മനസ്സിലെന്തെങ്കിലും ആവലാതി വന്നാൽ അതെന്തോ അനർത്ഥം സംഭവിക്കാൻ പോകുന്നുണ്ടെന്നല്ലേ. അശോ, ഇറിയോർ പണിയില്ല. എൻ്റെ കൊച്ചു തമ്പുരാട്ടി ഇങ്ങനെ ടെൻഷൻ ആവില്ലേ? കാണാൻ രസമുണ്ട് കേട്ടോ. നമുക്ക് ചോദിച്ചറിയാം. എന്തെങ്കിലും അനർത്ഥം സംഭവിക്കുകയാണെങ്കിൽ അത് നമുക്കറിയാമല്ലോ. മഹാദേവൻ നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം എന്നെ ശ്രീദേവിയെ കുറിച്ച് പേടിക്കണ്ട കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിക്കോളാം. ഇനി അത് ഓർത്ത് ടെൻഷനായി BP ഒന്നും കൂട്ടാൻ നിൽക്കണ്ട. നീ ഇവിടെ ഉള്ളതാ എനിക്കൊരു സമാധാനം. ഏതായാലും മോൻ കൈ കഴുകി വെച്ച് വാ, ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. കഴിച്ചിട്ട് നീ പോയാൽ മതി. ഓ ശരി, എൻ്റെ തമ്പുരാട്ടി അടിയും വരവ് വെച്ചിരിക്കുന്നു. നീ കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് വാ കേട്ടോ, ഒന്ന് സംസാരിക്കാനുണ്ട്. അതിനെന്താ മനുവേട്ടാ, നമുക്ക് സംസാരിക്കാലോ. എന്നാ നീ കഴിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വാ, ഞാൻ എനിക്ക് മതിയായി. നിനക്കെന്താ കുറച്ച് ദിവസമായിട്ട് സംഭവിച്ചേ? അമ്മായും കൂടെ പറഞ്ഞു എന്താ നിനക്ക് പറ്റിയേ? ബാക്കിയുള്ളവരൊക്കെ കള്ളം പറയാന്ന് വെച്ചാ അതുപോലെ എൻ്റെ അടുത്ത് വേണ്ട, കാര്യം പറയുന്നു. ആരോടൊക്കെ കള്ളം പറഞ്ഞാലും ഞാൻ മനുവേട്ടനോട് കള്ളം പറയില്ലെന്നറിയില്ലേ. എന്തോ മനസ്സിന് എന്തൊക്കെ താളം തെറ്റുന്ന പോലെ എന്തൊക്കെ സംഭവിക്കാൻ പോണ പോലെ തോന്നുവാ. സംഭവിക്കാനോ? എന്താന്ന് വെച്ചാ കാര്യം തെളിയിച്ച് പറയും. എനിക്കറിയില്ല മനുവേട്ട, ഞാൻ ഈയിടെയായിട്ട് ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുന്നു. എന്തൊക്കെയോ യുദ്ധവും അങ്ങനെ എന്തൊക്കെയോ. ആരുടെ ഒരാളുടെ മുഖവും മനസ്സിൽ തെളിഞ്ഞു വരുന്നുമുണ്ട്. അയാൾ ആരാന്നോ എന്താന്നോ ഒന്നും എനിക്കറിയില്ല, പക്ഷേ അയാളെ ഞാൻ ഇടയ്ക്കിടെ കാണുന്നുണ്ട്. പിന്നെ മനുവേട്ടനെ നമ്മളിവിടുങ്ങും അല്ല മനുവേട്ട, അത് വേറെ ഏതോ ഒരു ലോകം. ഓഹോ, അങ്ങനെയാണല്ലേ കാര്യങ്ങളൊക്കെ. നീ സ്വപ്നം കണ്ട് പേടിച്ചിട്ടാണോ അമ്പലത്തിൽ പോയെ? ഏതായാലും കോലത്തെ കുട്ടി പേടിച്ചിട്ട് അമ്പലത്തിൽ വന്നേന്ന് നാട്ടിലാരും അറിയാതിരുന്നാ മതി. എന്റെ മഹാദേവ. മനുവേണ്ട, ഞാൻ ആവശ്യമില്ലാണ്ടൊന്നും പറയില്ലെന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലേ. ഇതെന്തോ എന്നെ വല്ലാണ്ട് അലട്ടുന്നു ഈ സ്വപ്നം. അതല്ല എന്നെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ. ശരി, നമുക്ക് കുറച്ച് ഗൗരവത്തിലാവും. അല്ല, ഇത് എത്ര ദിവസമായി ഇങ്ങനെ തുടങ്ങിയിട്ട്? നീ ഇതിനു മുന്നേ എന്നോട് കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ മനുവേട്ട, ഞാൻ ഇതിനു മുന്നേ ഈ കാര്യം തന്നെ മനുവേട്ടനോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അന്നൊന്നും എനിക്ക് ഇത്ര കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ എനിക്ക് ചുമ്മാ നിന്ന് കണ്ണടച്ചാൽ പോലും എനിക്കതൊക്കെ ഓർമ്മ വരുന്നത്. എന്നെ വല്ലാണ്ട് അലട്ടുക ഇപ്പം. എനിക്കറിയില്ല എന്തെങ്ങനെയൊക്കെ. നമുക്ക് വഴിയുണ്ടാക്കാം. അല്ല, ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ മനോഷാല ആയില്ലേ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നീ ഏതായാലും റെഡി ആട്ടി, നമ്മൾ നിന്നെ കൂട്ടിക്കൊണ്ട് പോവാം. മനുവേട്ട, എനിക്കറിയില്ല എന്തെങ്ങനെയൊക്കെ പറ്റുന്നതെന്ന്. എന്തോ വല്ലാണ്ട് മനസ്സ് അസ്വസ്ഥമായിപ്പോ. എനിക്കറിയില്ല, ഞാൻ തളർന്നു പോകുന്ന പോലെ. ആ സ്വപ്നമൊക്കെ എന്തൊക്കെയോ എനിക്ക് പറഞ്ഞു തരുന്നത് പോലൊക്കെ എനിക്ക് തോന്നും. അതൊക്കെ നീ ഒരാഴ്ച കൂടെ കാത്തിരി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഹാദേവിനെ പ്രാർത്ഥിച്ചു കിടന്നാൽ മതി. പിന്നെ കാവിലൊറ്റയ്ക്ക് പോകണ്ട. പോവാണെങ്കിൽ കല്ലൂനും പാറുവിനും കൂടെ കൂട്ടി പോയേച്ചാൽ മതി. ഇനി ശരി മനുവേട്ട, ഞാൻ കല്ലൂനെയോ പാളുവിനെയും കൂടെ കൂട്ടി പോവുള്ളൂ. ഇനി ഞാൻ മനുവേട്ടൻ പറയുന്ന പോലെ തന്നെ ചെയ്തോളാം. ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച കാത്തിരിക്കാൻ ഞാൻ. ശരി, എന്നാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി. ഞാൻ ഇറങ്ങുക, കുറച്ച് തിരക്കുണ്ട് അമ്പലത്തിലും. എനിക്കൊന്ന് പോകണം. തിരുമേനി തിരക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ശരി, എന്നാ ഇനി യാത്രയില്ല. ശരി മനുവേട്ട, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അയ്യേ, എന്താടി ഇതൊക്കെ? എന്തോ എനിക്ക് സങ്കടമാവുക മനുവേട്ട. ഇപ്പൊ നീ കിടന്ന് കരഞ്ഞത് കൊണ്ടൊന്നും നിന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ പോകുന്നില്ല. എനിക്ക് പറയാനും കഴിയില്ല. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. ഇനി വരുമല്ലേ, നമുക്കൊന്നിച്ച് പോയിട്ട് വരാം. ഇനി ഞാൻ ഇറങ്ങാണ്. ഇപ്പൊ തന്നെ ഒരാളായി. നീ വെറുതെ കരഞ്ഞ് എന്തെങ്കിലും അസുഖം വരുത്തി വെക്കരുത്. അത് മതി. ഇനി നാട്ടുകാർക്കും വേറെ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കാനായിട്ട്. ഇല്ല മനുവേട്ട, ഞാൻ എനിക്കറിയില്ല. ഏതായാലും മനുവേട്ടനുണ്ടല്ലോ, അത് മതി. എനിക്ക് നിങ്ങളുള്ളത് തന്നെ വലിയൊരു ആശ്വാസം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കും. ഫോൺ എടുക്കണം. ആരെയും ഇവിടെ വിളിച്ചിരിക്കുന്നേ? ഇവിടെ ഓടി.
ഒരു വൈബൊക്കനാണ് മനുവേട്ടാ. വഴി തെറ്റി വന്നേണേ. ഇങ്ങനെ ഒരു കുറുമ്പി എല്ലാം ഒളിഞ്ഞിന്ന് കേൾക്കാൻ വന്നതവള്. സമ്മതിക്കരുത് കേട്ടോ. ആരൊക്കെ എന്തൊക്കെ ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ചാലും നീ എന്റെ പെണ്ണ് തന്നെയാ. സ്വന്തമാക്കാൻ വന്നിരിക്കുന്നു. ഒരിക്കൽ നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടതാ എന്ന് കരുതി വീണ്ടും വിട്ടു കൊടുക്കുന്നതാണോ? എന്തൊക്കെ വന്നാലും നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നതിന് ഞാൻ എന്നെ ഒരിക്കലും നിങ്ങളുടെ രീതിയിൽ മറച്ചു വെക്കാൻ കഴിയില്ലതോ. പാറു, നേരെ ഇരുട്ടുന്നതിന് മുന്നേ നമുക്ക് കാവി പോയി വിളക്ക് കൊളുത്തിയിട്ട് വരാം. നീ വരുന്നു എൻ്റെ കൂടെ? ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പോയിച്ച് വേഗം ഇനി വരാം. ഞാൻ വരുന്നു. ഒറ്റയ്ക്ക് പോവണ്ട. മനുവേട്ടൻ വല്ല അറിഞ്ഞ അതിന് എനിക്കും കൂടെ വഴക്ക് കേൾക്കും. ഞാനും വരുക. നമുക്കെന്നാ ഇരുട്ടുന്നതിന് മുന്നേ വേഗം പോയിച്ച് കാവി വിളക്ക് കൊളുത്തിയിട്ട് വരാം. ചേച്ചി, എനിക്ക് എൻ്റെ പേടി അങ്ങനെ പോലെ നമുക്ക് വേഗം വീട്ടിൽ പോവാം. എനിക്ക് പറ്റുന്നില്ല. പേടിയാവുന്നില്ലാണ്ട് വാങ്ങി ചേച്ചി സൗണ്ട് കേൾക്കുന്ന നമുക്ക് ഇപ്പം തന്നെ വീട്ടിൽ പോകാം. പേടിക്കണ്ട കേട്ടോ. ചേച്ചി, പാറുവിന് എന്താ പറ്റി? അവിടെ മോൻ വല്ലാണ്ടിരിക്കുന്നു. ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. എന്നാ പറ്റിയേ? നിങ്ങൾ എല്ലാവരും കാവി വിളക്ക് കൊളുത്താൻ പോയതല്ലേ? പേടിക്കാനൊന്നുമില്ല. അവിടുത്തെ അന്തരീക്ഷവും സൗണ്ടും എന്തൊക്കെയുള്ള കേട്ടു. അങ്ങനെ എന്തോ ഒരു ചെറിയ ഭയം പോലെ തോന്നിയതാ. പേടിക്കൊന്നും വേണ്ട, ഒക്കെ ശരിയാക്കിക്കോളും. പിന്നെ ചേച്ചി, നാളെ ആയില്ല. മനുവേട്ടൻ വിളിച്ചിരുന്നു. നാളെ ക്ഷേത്രത്തിൽ പോകാൻ എല്ലാവരും ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിരുന്നു. ചേച്ചിയോടും കൂടെ പറഞ്ഞേക്കാൻ പറഞ്ഞു. ശരിയല്ലോ. നീ പാറുവിൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട. അവള് ഓക്കെ ആയിക്കോളും പതിയെ. അവളങ്ങനെ പോകുന്നുണ്ടപ്പം എനിക്ക് വല്ലാണ്ട് ടെൻഷനായി ചേച്ചി. അത് ഞാൻ ചേച്ചിയോട് കൂടി വന്ന് ചോദിച്ചേ. ഇനി എനിക്ക് കുഴപ്പമില്ല, അവൾ ഓക്കെ ആയിക്കോളുമല്ലോ. സാധാരണ കല്ലുമല്ലേ ഇന്ന് എൻ്റെ കൂടെ വരാറുള്ളേ. ഇപ്പം പാറു ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് പേടിക്കണ്ട. ഇനി ടെൻഷൻ അടിക്കല്ല. പിന്നെ ചേച്ചി, അമ്മ തിരക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കല്ലു എന്നാ പാറിൻ്റെ അടുത്തോട്ട് ചെന്നോ. ഞാൻ അമ്മയുടെ അടുത്തോട്ട് ചെന്നിട്ട് വരാം കേട്ടോ. ആടിക്കാറിളകി വരുന്നേ അരയാലില ആടിയുറഞ്ഞേ കുഴലൂതടനാദം കേട്ടേ നാടാകെ നടനം കണ്ടേ. ആടിക്കാറിളകി വരുന്നേ അരയാലില ആടിയുറഞ്ഞേ കുഴലൂതടനാദം കേട്ടേ നാടാകെ നടനം കണ്ടേ. ചാരത്തൊരു മഴവില്ലുണ്ടേ, ചാരത്തൊരു മഴവില്ലുണ്ടേ, ചേലൊത്ത നിറങ്ങൾ തന്നേ കാണാത്തൊരു കനവും കണ്ടേ. ഞാൻ എന്ന ഭാവം മാഞ്ഞേ മുടിയാടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ. ഞാൻ എന്ന ഭാവം മാഞ്ഞേ മേലെ വെൺമുകിലും കണ്ടേ, ഓരത്തൊരു മലരും നിൽപ്പേ, കളിപാടും കിളിയെ കണ്ടേ. ഞാൻ എന്ന ഭാവം മാഞ്ഞേ ആടിക്കാറിളകി വരുന്നേ അരയാലില ആടിയുറഞ്ഞേ കുഴലൂതടനാദം കേട്ടേ നാടാകെ നടനം കണ്ടേ.
വേണി, നീ പ്രദക്ഷിണം വെച്ച് മനസ്സിലേക്ക് പ്രാർത്ഥിച്ചോ. നിന്റെ പ്രാർത്ഥന ഏതായാലും നാഗങ്ങൾ കേൾക്കാതിരിക്കില്ല. നാഗരാജാവ് നിന്റെ കൂടെ തന്നെ കാണും. എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ മനുവേട്ടൻ പറയുന്നത് ഞാൻ വിശ്വസിക്കാം. നോക്കട്ടെ, നാഗരാജാവ് ഈ പ്രാവശ്യവും എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ അതോ പിന്തള്ളിക്കുമോ? ഏതായാലും നിന്റെ പ്രാർത്ഥന കണ്ടില്ലെന്ന് മേടിക്കാൻ നാഗരാജാവിനെ കൊണ്ട് അതിലും കഴിയില്ല. നീ പ്രദക്ഷിണം വെച്ചിട്ട് വാ. ഞാൻ പോയി അർച്ചനക്കുള്ള രസീതിന് കൊടുത്തിട്ട് വരാം. राइट साइड ब्रो, मुंह तो बंद कर। താൻ ആരോട് ചോദിച്ചിട്ടാണോ എൻ്റെ ഫോട്ടോ എടുക്കുന്നത്? അയ്യോ, കുട്ടി തെറ്റിദ്ധരിക്കണ്ട. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാ. തന്നെ കാണാൻ കൊള്ളാം, അതുകൊണ്ട് ഫോട്ടോ എടുക്കും. എന്റെ മഹാദേവ, മര്യാദ ഈ ഫോട്ടോ ഡിലീറ്റ് ആക്കിക്കോ. കയ്യടി, ഇത് എന്റെ ക്യാമറ. എനിക്ക് തോന്നുമ്പോൾ ഫോട്ടോ എടുക്കും. ഒന്ന് പോടി വേണം. വേണി,